48 മണിക്കൂർ നിർണായകം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. താങ്കൾ, എനിക്കറിയില്ല മുംബൈയിൽ എവിടെയാണ് താങ്കൾ താമസിക്കുന്നതെന്ന്. എന്താണ് താങ്കളുടെ ആ പ്രദേശത്തെ സ്ഥിതി എന്താണ്? നമസ്കാരം. ഞാൻ താമസിക്കുന്നത് നവി മുംബൈയിലെ പനവേൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. പനവേൽ റൈഗഡ് ജില്ലയുടെ ഒരു ഭാഗമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ റൈഗഡ് ജില്ല ഉയർന്ന മഴ പെയ്യാൻ സാധ്യതയുള്ള ഒരു ഇടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസമായിട്ട് തുടർച്ചയായിട്ട് മഴയാണ്. വരുന്ന ദിവസങ്ങളിലും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷ. ജോലി ചെയ്യുന്നത് ലോവർ പരയിൽ എന്ന് പറഞ്ഞാൽ മുംബൈക്കുള്ളിലുള്ള സ്ഥലത്താണ്. അപ്പോൾ ഇന്ന് ജോലിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിലിരുന്ന് ജോലി ചെയ്യുകയാണ്. ഇവിടെയുള്ള മിക്ക പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കും വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള ഒരു അവസരം പിന്നെ അധികാരികൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്കൂളുകളും കോളേജുകൾക്കും അവധിയാണ്. അത് ന്യൂ ബോംബെയിലും മുംബൈയിലും ഇന്നലെ ഏതാണ്ട് പിന്നെ ഓഗസ്റ്റ് 16 മുതൽ 19 വരെ ഉള്ള ദിവസങ്ങളിൽ 500 മില്ലിമീറ്റർ മഴയാണ് ഇവിടെ പെയ്തിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഏതാണ്ട് കാലത്ത് മുതൽ 300 മില്ലിമീറ്ററോളം മഴ പെയ്തതായിട്ടാണ് സൂചന. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്നലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഉച്ചവരെ അവധി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പൂർണ്ണമായി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളത്തെ സ്ഥിതിയും അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. കാര്യം മഴയ്ക്ക് പിന്നെ വലിയൊരു വ്യത്യാസം, മഴയുടെ തോതിൽ വലിയൊരു വ്യത്യാസം കാണുന്നില്ല. ഇത് മുംബൈയിലെ കാര്യം ഇതാണെങ്കിൽ പിന്നെ മഹാരാഷ്ട്രയിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഏതാണ്ട് 12 പേരോളം മരിച്ചതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്. ഇതിൽ 9 പേര് നന്ദേദ് എന്ന് പറയുന്ന ജില്ലയിൽ തന്നെയാണ് മരിച്ചിട്ടുള്ളത്. അവിടെ ഒരു ഗ്രാമം പരിപൂർണമായിട്ട് പിന്നെ മുങ്ങിയിരിക്കുകയാണ്. അവിടെ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് പറഞ്ഞിട്ടുള്ളത് ഏതാണ്ട് 4 ലക്ഷത്തോളം ഹെക്ടർ ഭൂമി കർഷകരുടെ വെള്ളത്തിനടിയിലായി. ഇതിനുശേഷം അജിത് പവാർ മറ്റൊരു ഫിഗർ പറഞ്ഞിട്ടുണ്ട്. അതായത് 10 ലക്ഷം ഹെക്ടറോളം ഭൂമി വെള്ളത്തിനടിയിലായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ പിന്നെ എത്രമാത്രം ഡാമേജ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പിന്നീട് അറിയാൻ പറ്റുകയുള്ളൂ. ഏതായാലും വളരെ ചോദിച്ചോട്ടെ, ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ അല്പസമയം മുൻപ് ഒരു ദൃശ്യം കണ്ടു. അത് ഒബ്രോൺ മോളിന് മുന്നിൽ കുട്ടികൾ കളിക്കുകയാണ്. അതൊരു സ്വിമ്മിംഗ് പൂൾ എന്ന പോലെ അതിൽ ഒബ്രോൺ മോളിന് മുൻവശത്ത് ഒരുപക്ഷെ ഏറ്റവും തിരക്കേറിയ ഒരു ഇടമാണ് മുംബൈ നഗരത്തിൽ. അവിടെ സ്വിമ്മിംഗ് പൂളായി അവിടെയുള്ള കുട്ടികൾ കളിക്കുന്ന ഒരു വീഡിയോ ഇപ്പം ANI വാർത്താ ഏജൻസി തന്നെ പുറത്തുവിട്ടിരുന്നു. കുറേ വർഷമായല്ലോ മുംബൈയിൽ ഈ രീതിയിലുള്ളൊരു മഴ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും 2005 മഴ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. 2005 ജൂലൈയിലാണ് മുംബൈയിൽ പിന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും അതൊരു മഹാപ്രളയം തന്നെയായിരുന്നു. അതൊരു ക്ലൗഡ് ബേസ്റ്റിൽ നിന്നുണ്ടായ ഒരു വലിയ സാഹചര്യമായിരുന്നു. 10,000 ആളിന് പിന്നെ 1000ൽ പരം ആളുകൾ മരിച്ച ഒരു ദുരന്തമായിരുന്നു അത്. അതിന് സമാനമായിട്ട് പിന്നീട് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഓഗസ്റ്റ് മാസത്തിൽ ഇത്രയും വലിയൊരു മഴ ഉണ്ടാകുക എനിക്ക് തോന്നുന്നു വളരെ വിരളമായിട്ടേ ഉള്ളൂ. ഓഗസ്റ്റിൽ സാധാരണ മഴ പെയ്യാറുണ്ട്. കാരണം ജന്മാഷ്ടമിയോട് അടുപ്പിച്ച് മഴ പെയ്യാറുണ്ട്. അതിനുശേഷം ഗണപതി ഉത്സവം ഇനിയിപ്പം തുടങ്ങാനായിട്ട് 10-20 ദിവസം കഷ്ടിച്ചേ ഉള്ളൂ. സാധാരണ ചെറിയ മഴ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്രയും വലിയ തോതിലുള്ളൊരു മഴ, അത് ന്യൂനമർദ്ദം, ബേ ഓഫ് ബംഗാളിൽ ഉണ്ടായൊരു ന്യൂനമർദ്ദത്തെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു മഴയാണ്. അത് മുംബൈ നഗരത്തെ പ്രത്യേകിച്ച് എങ്ങനെ ബാധിക്കുന്നു എന്ന് വെച്ചാൽ 7 ദ്വീപുകൾ പിന്നെ ഒരുമിച്ച് വന്നുണ്ടായ ഒരു നഗരമാണ്. അത് കൂടുതലും റീക്ലെയിം ചെയ്തെടുത്തിട്ടുള്ള ഭൂമിയാണ് ഈ കടലിൽ നിന്ന്. അതുകൊണ്ട് പിന്നെ ഹൈ ടൈഡിൻ്റെ സ്ഥിതി അനുസരിച്ചിരിക്കും മുംബൈയിൽ നിന്നുള്ള ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം. കാരണം കടലിലേക്ക് പിന്നെ ഇത് ഒഴുകി പോകണമെങ്കിൽ ഹൈ ടൈഡ് ഉണ്ടായാൽ അത് പറ്റില്ല. അപ്പോൾ ദിവസം 2 നേരം ഹൈ ടൈഡ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ വലിയൊരു മഴയും അതിനോടൊപ്പം ഹൈ ടൈഡും വന്നു കഴിഞ്ഞാൽ നഗരത്തിലെ ജലത്തിന് എങ്ങോട്ടും ഡ്രെയിനേജ് സംവിധാനങ്ങൾ പിന്നെ ഒഴുകി പോകാനുള്ള സംവിധാനം ഇല്ലാതെ വരും. മാത്രമല്ല ഇവിടെ പിന്നെ ഒരു കയ്യും കണക്കും ഇല്ലാത്ത രീതിയിലുള്ള ഡെവലപ്മെൻ്റാണ് നടക്കുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് പിന്നെ ധാരാളം കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും പിന്നെ റോഡുകൾ നിർമ്മിക്കുകയും എന്നാൽ അതിന് തത്തുല്യമായിട്ടുള്ള ഒരു ആധുനിക ഡ്രെയിനേജ് സംവിധാനം നഗരത്തിനില്ല. നമുക്കിപ്പോഴും ഉള്ളത് 19ാം നൂറ്റാണ്ടിലെ പിന്നെ ഒരു ഡ്രെയിനേജ് സംവിധാനമാണ്. അതിന് ശേഷമുള്ള അതിനെ പുതുക്കാനുള്ള ഒരു സംരംഭം അതിൻ്റെ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വലിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം എങ്ങോട്ടും പോകാനായിട്ട് ഇല്ലാതെ വരുന്നു. അതുകൊണ്ട് നഗരത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള സ്വിമ്മിംഗ് പൂളുകൾ രൂപപ്പെടുകയും പിന്നെ നഗരത്തിൻ്റെ ജീവനാഡിയായിട്ടുള്ള ഈ ലോക്കൽ ട്രെയിൻ
സ്തംഭിച്ചു പോകുന്ന ഒരു അവസ്ഥ അതിപ്പോൾ ഇപ്പം കുറേ വിമാന സർവീസുകളുടെ അറിയിപ്പുകൾ ഇന്ത്യയും എയർ ഇന്ത്യയും ഒക്കെ നൽകുന്നുണ്ട്. കുറേ വിമാന സർവീസുകൾ വഴിതിരിച്ചു വിടുകയാണ്. മുംബൈക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ലോക്കൽ ട്രെയിനുകളെയാണ്. അതൊക്കെ എഫക്റ്റഡ് ആണെന്ന് തോന്നുന്നുണ്ട്. ഒരു സാധാരണ നിലയിലേക്ക് ഇപ്പം അടുത്ത 42 ദിവസം കൂടി എന്തായാലും ഇത് തന്നെയായിരിക്കും സ്ഥിതിയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഒരു സാധാരണ നിലയിലേക്ക് മുംബൈ തിരിച്ചെത്താൻ എത്ര സമയമെടുക്കും? സാധാരണ മുംബൈയിൽ ഇപ്പോൾ ഇന്നലെ രാവിലെ കനത്ത മഴയായിരുന്നെങ്കിൽ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വെള്ളം വലിഞ്ഞു. കാര്യം ഹൈ ടൈഡ് മാറിക്കഴിയുമ്പോഴത്തേക്ക് ലോ ടൈഡിലേക്ക് പോയി കഴിയുമ്പോൾ വെള്ളം കടലിലേക്ക് ഒഴുകി പോകുന്നു. മാത്രമല്ല ഇവിടുത്തെ BMC പ്രവർത്തകരും ട്രാഫിക് പോലീസും ഒക്കെ വളരെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് വന്ന് നഗരം വൃത്തിയാക്കുന്നതിൽ ഒക്കെ അവർ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ ഈ നഗരത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രത്യേകിച്ചും സെൻട്രൽ മുംബൈ എന്ന് പറയുന്ന പരേൽ, ലോവർ പരേൽ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ, വെർലി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ പണ്ട് മിൽ ലാൻഡുകൾ, ടെക്സ്റ്റൈൽ മില്ലുകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. മില്ലുകളെല്ലാം അടച്ചുപോയി കഴിഞ്ഞപ്പോൾ ഈ പ്രദേശം മുഴുവൻ പ്രൈവറ്റ് ഡെവലപ്മെൻറ്റിനായിട്ട് തുറന്നു കൊടുത്തു. അതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ സെൻ്ററായിട്ട് അവിടെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഈ വലിയ നഗരവൽക്കരണത്തിന് തത്തുല്യമായിട്ടുള്ള ഒരു ഡ്രെയിനേജ് സംവിധാനം അവിടെ ഇല്ല, ഒരു ട്രാഫിക് സംവിധാനം ബോംബെ നഗരത്തിൽ ഇല്ല എന്നുള്ളത് നഗരത്തിൻ്റെ ഒരു വലിയ പരാധീനതയാണ്. അതുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനങ്ങളുമൊക്കെ കൂടുതൽ സമയമെടുക്കുന്നതും ഒരു പതിവിൽ കവിഞ്ഞ ഒരു മഴ പെയ്യുമ്പോഴത്തേക്കും ഈ നഗരം പെട്ടെന്ന് സ്തംഭിച്ചു പോവുകയും ചെയ്യുന്നത്. മാത്രമല്ല പലയിടങ്ങളിൽ ഡ്രെയിനേജ് മോട്ടോർ പമ്പുകൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദുമാത സർക്കിൾ പോലെയുള്ള സ്ഥലങ്ങളിൽ ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ, ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ 2021 150 കോടി രൂപ മുടക്കിയാണ് ഒരു വലിയ മോട്ടോർ പമ്പിംഗ് ഹൗസ് സ്ഥാപിച്ചത്. പക്ഷെ അത് കാര്യക്ഷമമായിട്ട് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നില്ല. കാരണം പ്രത്യേകിച്ചും ഈ ഹൈ ടൈഡിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് BMCയുടെ എല്ലാ തയ്യാറെടുപ്പുകളും അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിലാകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ MJ അരുൺ. ഇത്രയും വിശദമായി സംസാരിച്ചതിനും കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും. സുഖമായിരിക്കൂ, സേഫായിരിക്കൂ, വർക്ക് ഫ്രം ഹോം ഓപ്റ്റ് ചെയ്യും. വളരെയധികം നന്ദി ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്.